ഇവിടെ വീട്, അതായത് ചാത്തമ്പേരി പഴയ വീട്, പാശി വീട് വെച്ചിരിക്കണതാണ്. പഴയ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് ഈ ഗഫൂർ മാമയുടെ വാപ്പ ഉച്ചാപ്പ, കൊച്ചുവരിയത് ഉച്ചാപ്പ മിക്ക ദിവസങ്ങളിലും രാവിലെ വരും ചേട്ടനെ കാണാൻ. അതുപോലെ തന്നെ കുഞ്ഞോ കൊച്ചാപ്പ, പുത്തമ്പര കൊച്ചാപ്പ, നെയ്യന്തറയിലെ കൊച്ചാപ്പ നല്ല യൂണിറ്റി ആയിരുന്നു. സെയിം തിങ് ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടുമാമ, മമ്മദാലി മാമ, മറ്റ് മാമാമാരെല്ലാവരും കൂട്ടത്തോടു കൂടി നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തും കാര്യങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി, പിൽക്കാലത്ത് അതായത് ഇന്നത്തെ ജനറേഷൻ വന്നപ്പോഴേക്കും പല ആളുകളും പല രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും. അംബാനി ആയാലും താഴെ കിടക്കുന്ന ഗഫൂർ ആയാലും രണ്ട് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ: 3 നേരം തിന്നാനും ഏറിയ 2 നേരം തൂറാനും. ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പൊ എത്ര കാശുണ്ടായാലും എത്ര കാശില്ലെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് ഊങ്കൊന്നും വേണ്ട, ഈഗോസ് വേണ്ട. തമ്മിൽ കാണുമ്പോൾ പരസ്പരം നമ്മൾ കൂടുതൽ സഹവർത്തിത്തോടുകൂടി പ്രവർത്തിക്കുകയും തമ്മിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യാം. പിന്നെ കാശെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ വന്നു പോകും. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ ബസ് കാത്ത് വെച്ചാൽ 11 മക്കളുണ്ട് വാപ്പിച്ചേക്ക്. ഇപ്പോഴും പല ആളുകൾക്ക് ഇതാണ്, നഫീസാന്റെ മക്കളെ വിളിക്കണമല്ലോ, 11 വിളിക്കണേ, വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? ഒരു കല്യാണം കൂടാൻ തന്നെയുള്ള ആൾക്കാർ അവർ തന്നെയാണ്, പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ വിളിക്കണം എന്ന് പറയുന്ന കൂട്ടുണ്ട്. എനിവേ, ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് പലരും കാറിൽ പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ബസ് കാത്ത് നിന്ന് കൈ കാണിച്ച് ചിലപ്പോൾ ബസ് നിർത്തില്ല, കുത്തിയോട് വരാൻ നേരത്ത് തോപ്പുംപടിയിലോ നിൽക്കും, സ്റ്റേറ്റ് ബസ് ട്രാൻസ്പോർട്ടിലോ അല്ല, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറുമാക്കമ്മോ അമീദ്മാമയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഞാൻ ഖത്തറിൽ പോയി തിരിച്ചു വന്നപ്പോൾ അന്ന് മുതൽ ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല. ഒന്നുകിൽ ടാക്സി, ഇപ്പോഴും എനിക്ക് കാറില്ല കേട്ടോ, എൻ്റെ അഞ്ചന്മാർക്കാണ് കാറുള്ളത്. ഞാൻ ടാക്സിയിലേ പോകാറുള്ളൂ. ഇപ്പൊ ഞാൻ കാറിൽ പോകുമ്പോൾ അന്ന് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് കാറിൽ പോയിരുന്നവർ ബസ് കാത്തു നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാകുമ്പോഴേക്കും പലരും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സൂചിപ്പിച്ചതുപോലെ പൈസ കൊണ്ട് ഒന്നും അളക്കരുത്. നമ്മള് കൂട്ടായി കുടുംബം ഒരു തട്ടാറമ്പായാലും നെല്ലൂച്ചറായാലും ഹുസൈൻസ് ആയാലും ഏത് കുടുംബമായാലും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. പിന്നെ 2 കാര്യം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഗഫൂർമാമനോടും കുട്ടുമാമനോടും അമീദ് മാമനോടും കൊടുത്തേക്കാൻ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കുടുംബയോഗം